നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലെ എലിപ്സിൻ്റെ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എലിപ്സിൻ്റെ 2 ടൈപ്പ് എലിപ്സാണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു ബ്രീഫ് ഒന്നുകൂടി തരാം, ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ 2 ടൈപ്പ് എലിപ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇത്, അതായത് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആവുന്ന രീതിയിൽ, ഇതാണെങ്കിൽ മേജർ ആക്സിസ് വൈ ആക്സിസ് ആവുന്ന രീതിയിലാണ്. അതായത് ഈ ലെങ്ത്താണ് ഇതിനേക്കാളും കൂടുതൽ, ഇവിടെ നേരെ തിരിച്ചാണ്, ഇതിനേക്കാളും കൂടുതൽ ഈ ലെങ്ത്താണ്. 2 രീതിയിലാണത്. ഇതിൽ ഈ പോയിൻ്റ് എ ആക്കിയിട്ടും ഈ വാല്യൂ ബി ആക്കിയിട്ടും എടുത്തിട്ട് നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതും: x² / a² + y² / b² = 1. ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് മേജർ ആക്സിസ് അത് എക്സ് ആക്സിസ് ആണ്. സ്വാഭാവികമായിട്ടും മൈനർ ആക്സിസ് വൈ ആക്സിസ് ആയിരിക്കും അല്ലേ. അടുത്തത് ഇതിൻ്റെ ഫോക്കസ്, അതായത് ഫോസൈ, 2 ഫോക്കസ് ഉള്ളതുകൊണ്ട് ഫോസൈ എന്ന് പറയും, ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇതിനെ F1 എന്നും ഇതിനെ F2 എന്ന് വിളിച്ചാൽ ഫോസൈ. അതിൽ ദാറ്റ് ഈസ് ഈസിക്കൽ ടു, ഇത് സി ആണ്, ഇത് -c ആണ്, അങ്ങനെ എടുക്കാറ്, സി എന്ന് എടുക്കാറ്. അപ്പോൾ ഇവിടെ രണ്ടും ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ സെപ്പറേറ്റ് എഴുതാം. എന്നാൽ സി 0 ആണ്, ഇത് -c 0 അല്ലേ. ഒരുമിച്ച് എഴുതുമ്പോൾ +or- c 0 എന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്കിതിൽ വേണ്ടത്, നമുക്കറിയാം ഈ എലിപ്സ് ഉണ്ടാക്കിയ രീതി അല്ലേ. ഒരു പോയിൻ്റ് പി എടുത്താൽ ഈ ഫോക്കസിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a ആണ്. ആ രീതിയിലാണ് ഈ എലിപ്സ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ F1P, അതായത് ഫോക്കസിന് ഏത് പോയിൻ്റ് എടുത്താലും, ഈ എലിപ്സിലെ ഏത് പോയിൻ്റ് എടുത്താലും ഫോക്കസിന് ആ പോയിൻറ്റിലേക്ക് ഡിസ്റ്റൻസും സെക്കൻഡ് ഫോക്കസിന് ആ പോയിൻറ്റിലേക്ക് ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 2a. അപ്പോൾ F1P + F2P = 2a. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാവുന്ന വേറൊരു വാല്യൂ, ഇതും അതുപോലെ ഈ പോയിൻറ്റും അതുപോലെ പി ആണല്ലോ, ഇതേപോലെ ഒരു പോയിൻ്റാണ് ഇതും. അപ്പോൾ അതുപോലെ ഇങ്ങനെ എടുത്താൽ നമുക്ക് ഈ വൈ ആക്സ് എടുക്കുന്ന തന്നെ ഈ 2 ഡിസ്റ്റൻസും ഈക്വൽ ആവുന്ന രീതിയിലാണ്. അതായത് ഫോസൈകളുടെ മിഡ് പോയിൻറ്റിലൂടെയാണ് ഈ വൈ ആക്സിസ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ വാല്യൂവും ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ F1 ഈ ലെങ്ത്തും ഈക്വൽ ആയിക്കെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും സമ്മ് 2a തന്നെയാണ്. ഈ വാല്യൂം ആഡ് 2a തന്നെയാണ്. അപ്പോൾ ഒന്ന് സ്വാഭാവികമായിട്ട് a ആയിരിക്കും, ഈ വാല്യൂ a ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് ലാറ്റിസ് റെക്റ്റമാണ്. അതിൽ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം എന്ന് എഴുതാറ്, അങ്ങനെ എഴുതാം. ലെങ്ത്താണ് പറയുന്നത്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം. അതായത് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻ. ആ ലൈൻ 2 എലിപ്സിൻ്റെ മുകളിലും താഴെയും ടച്ച് ചെയ്യും. അപ്പോൾ ഇതിനെ എയും ഇതിനെ ബി എന്ന് വിളിച്ചാൽ എയിലും ബിയിലും ടച്ച് ചെയ്യും. ഇതിന് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അതായത് വൈ ആക്സിന് പാരലായിരിക്കും. ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് റെക്റ്റം. ഈ റെഡ് ലൈനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് റെക്റ്റം, ABA. ആ ലാറ്റിസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് ഓഫ് AB എന്ന് പറഞ്ഞാൽ ABൻ്റെ ലെങ്ത്ത് 2b² / a ആണ്.
അതിൻ്റെ പ്രൂഫ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു 2b²/a. ഇനി എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൊട്ടേഷൻ E ആണ്. അതായത് ഫോക്കസിലേക്ക് ഡിസ്റ്റൻസും എയിലേക്ക് ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ c/a. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ഈ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എലിപ്സായിട്ട് ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങോട്ട് വരാം. ഇതിലാണെങ്കിൽ വലിയ വാല്യൂ ആണ് എ ആക്കി എടുക്കുക, സ്മോൾ ബി ആണ്. അതായത് ഇവിടെ അങ്ങനെ തന്നെയാണ്, വലുത് എ, ഇവിടെയും വലുത് എ തന്നെയാണ്. പക്ഷേ ഈ വലിയ വാല്യൂ എക്സ് ആക്സിലാണ്, ഇവിടെ വലിയ വാല്യൂ വൈ ആക്സിലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും: x²/b², എക്സിലാണ് ബി ഉള്ളത്, പ്ലസ് y²/a² = 1. ഓക്കെ, പെട്ടെന്നൊരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ x²/25 + y²/9 = 1. വളരെ ഈ കേസിൽ x² താഴെ ആയിരിക്കും വലിയ നമ്പർ ഉണ്ടാവുക. ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x²/9 + y²/25 = 1. അതായത് ഇവിടെ y² താഴെ ആയിരിക്കും വലിയ നമ്പർ ഉണ്ടാവുക. ഓക്കെ, രണ്ടിൻ്റെ എക്സാമ്പിൾ എഴുതുന്നുള്ളൂ. ഇനി ഇവിടെയും ഇവിടെ ഫോക്കസ് ഇവിടെ ഉണ്ടാവുക. ഫസ്റ്റ് ഇതുപോലെ എഴുതാം. മേജർ ആക്സിസ് ആദ്യം എഴുതാം. മേജർ ആക്സിസ് 2a തന്നെ, 2a ആണ് ലെങ്ത്ത്. മേജർ ആക്സിസ് ലെങ്ത്ത് 2a ആണ്. ഇവിടെ y ആക്സിസ് ആണ് മേജർ ആക്സിസ്. ലെങ്ത്ത് ഓഫ് മേജർ ആക്സിസ് ചോദിക്കാറുണ്ട്. അപ്പം മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ എ ഇങ്ങോട്ടുണ്ട്, എ ഇങ്ങോട്ടുമുണ്ട്. അപ്പോൾ 2a ആണ് അതിൻ്റെ ലെങ്ത്ത് 2a ആണ്. ഇവിടെ ലെങ്ത്ത് 2b ആണ്. രണ്ടും ലെങ്ത്താണ്. ഇവിടെ മൈനർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്, ചെറുത് എക്സ് ആക്സിസ്. ഇവിടെയും ലെങ്ത്ത് 2a ആണ്. ഇവിടെ ലെങ്ത്ത് 2b ആണ്. ഇവിടെയായാലും മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് 2a ആയിരിക്കും. ഇനി അടുത്തത് പറഞ്ഞത് ഫോക്കസ് ആണ്. ഇവിടെ രണ്ട് ഫോക്കസിലാണ്, ഫോസൈ എന്ന് പറയും പ്ലൂറലായിട്ട്, ഫോസൈ. ഇവിടെ y ആക്സിസിലാണ് ഫോസൈ വരുന്നത്. അപ്പോൾ 0c എന്നല്ല പറയുക അല്ലേ? c ആണെങ്കിൽ 0c ആണ്. ഇവിടെ c 0 ആണ്, മാറിപ്പോയത്. 0 - c നമുക്ക് ഒരുമിച്ച് എഴുതുമ്പോൾ 0 ± c എന്ന് എഴുതും. അടുത്ത് നമുക്ക് ഇവിടെയും അതുപോലെ ഏത് പോയിന്റ് എടുത്താലും, ഈ എലിപ്സിലെ ഏത് പോയിന്റ് എടുത്താലും ഫോക്കസിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ട് ഡിസ്റ്റൻസും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും 2a തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇവിടെ F1 എന്നും ഇതിനെ F2 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഈ പോയിന്റ് P എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും F1P + F2P = 2a. പിന്നെ ഇവിടെ പറഞ്ഞ ലാറ്റിസ് റെക്റ്റമാണ്. ഇവിടെയും ലാറ്റിസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ്റെ ഇങ്ങനെയും ഇതും ആവാം, രണ്ടും സെയിം ആണ്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലായിട്ട്, ഇവിടെ y ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ലൈൻ്റെ ലെങ്ത്ത് AB, നേരത്തെയും AB എന്ന് വിളിച്ചത് AB. അത് ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം that is equal to 2b²/a. നമുക്ക് വേണ്ട എക്സെൻട്രിസിറ്റി ആണ്. that is equal to നേരത്തെ പറഞ്ഞ പോലെ c/a. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഇനി പറയേണ്ട സംഗതി സീൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, അത് ഇതിൽ നോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ലാസ്റ്റ് എഴുതാം. രണ്ട് കേസിലാണെങ്കിലും ഇവിടെ എൻ്റെ വാല്യൂയാണ് വലുത്, ഇവിടെയും എൻ്റെ വാല്യൂ വലുത്. അപ്പം സിയും എയും ബി തമ്മിലെ റിലേഷൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇതാണ് c² = a² - b². ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണ്.
സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. രണ്ട് കേസിലും ആ സീൻ്റെ വാല്യൂ ഇങ്ങനെ കണ്ടിട്ടാണ് നമുക്ക് ഫോസൈ കാണാൻ കഴിയുള്ളൂ. ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് ഈ പോയിൻ്റ് അതുപോലെ ഇവിടെ മുകളിൽ താഴെ ആ രണ്ട് പോയിൻ്റ്, ഇതാണ് ഈ എലിപ്സിലെ വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ A0 മൈനസ് A0 രണ്ടും ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ പ്ലസ് ഓർ മൈനസ് A0. ഇവിടെ അങ്ങനെ തന്നെയാണ്, രണ്ടിലും വെർട്ടെക്സ് സെയിം ആണ്. പക്ഷേ ഇവിടെ എഴുതുമ്പോൾ Y-ആക്സിലാണ് വെർട്ടെക്സ്. ഇവിടെ Y-ആക്സിലായതുകൊണ്ട് 0 പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗിവൺ ഇൻഫർമേഷൻ ഉള്ളതെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാവും എലിപ്സ് കുത്തനെയാണ്. ഇങ്ങനെയാണ് ഗിവൺ ഇൻഫർമേഷൻ ഉള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാവും എലിപ്സ് ഇങ്ങനെയാണ്. രണ്ടിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമ്മളെ ഹയർ സെക്കൻഡറി ഡിസ്കസ് ചെയ്യാനുള്ളത്, രണ്ട് എലിപ്സ് ആണെങ്കിലും രണ്ടും സെൻറ്റർ ഒറിജിനാണ്. അങ്ങനത്തെ എലിപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാണല്ലോ, അതിൻ്റെ സെൻറ്റർ ഒറിജിനാകുന്ന രീതിയിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എലിപ്സ് whose length of major axis is 20 and foci plus or minus 50. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അതിൽ മേജർ ആക്സിസിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 20, ഫോസൈ 50. ഇത് മാത്രമാണെങ്കിൽ നമുക്ക് ഇതിൽ ഏത് എലിപ്സാന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇതിൽ ഇതും മേജർ ആക്സാണ്, ഇതും മേജർ ആക്സാണ്, ലെങ്ത്തല്ല എന്നുള്ളൂ, ഏത് ആക്സിസാണ് തന്നിട്ടില്ല. പക്ഷേ ഫോസൈയും കൂടെ കണ്ടാൽ നമുക്ക് പറയാം അല്ലേ. ഫോസൈ എന്താ, പ്ലസ് ഓർ മൈനസ് 50 ആണ്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 5 ആ എക്സ് കോർഡിനേറ്റിൽ 5ഉം വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ അത് എക്സ് ആക്സിലായിരിക്കും അല്ലേ. എക്സ് ആക്സിൽ ഫോസൈ വരണമെങ്കിൽ ഇതന്നെ വരുള്ളൂ. ഇതിവിടെ ഫോസൈ ഇവിടെ അല്ലേ വരിക, വൈ ആക്സിലല്ലേ വരിക. അപ്പോൾ ഈ കേസിൽ ഫോസൈ ഇവിടെയാണ്, ഈ രണ്ട് പോയിന്റിലാണ്. അപ്പോൾ ഇവിടെ 5ഉം ഇത് -5 ആണ്. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത്, ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. ഇവിടെ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 20 തന്നിട്ടുണ്ട്, അതായത് ദാറ്റ് ഈസ് ഈക്വൽ 2a ആണ്. അപ്പോൾ a എത്ര കിട്ടും, 10 ആണ് അല്ലേ. അപ്പോൾ ഈ മൊത്തം ലെങ്ത്താണ്, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത്താണ് 20. അപ്പോൾ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ 10 ആയിരിക്കും. ഇനി നമുക്ക് സി അറിയാം, എയും അറിയാം. അപ്പോൾ ബി കാണാലോ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ അല്ലേ. സോ 10 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് 100 മൈനസ് 25 ഈസ് ഈക്വൽ ടു 75. സോ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. സിംപ്ലൈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈസ് എ ഈസ് 10, so a square is 100 plus y square by b square is 75, so that is equal to 1. Second question, find the equation of ellipse whose vertices 0 plus or minus 13 and foci 0 plus or minus 5. Second question le vertices 0 plus or minus 13, foci 0 plus or minus 5. ഇതിൽ ഏത് ഒരു ഇൻഫർമേഷനെങ്കിലും കിട്ടിയാൽ നമുക്ക് പറയാം ഏത് എലിപ്സ് ആണെന്ന് അല്ലേ. ഇവിടെ വെർട്ടിസസ് വൈ ആക്സിസിലാണ്, അപ്പോൾ ഈ രണ്ട് അറ്റായിരിക്കും വെർട്ടിസസ്, ഈ അറ്റല്ല. ഫോസൈ കണ്ടാൽ മനസ്സിലാവും വൈ ആക്സിസിലാണ് അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് എലിപ്സ് ഇത് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ എലിപ്സ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഇൻഫർമേഷനിൽ ഇത് 13 ആണ്, -13ഉം ഇത് 13ഉം ആണ്. ഇതിൽ ഫോസൈ ഇവിടെ +5ഉം ഇത് -5ഉം ആണ് അല്ലേ. നമുക്കിനി വേണ്ടത് A13 കിട്ടി, സീൻ്റെ വാല്യൂ 5 ആയി, നമുക്ക് ബി മാത്രം മതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ. സോ 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 169 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 144. 144 മീൻസ് 12 സ്ക്വയർ തന്നെയാണ് അല്ലേ. ഓക്കെ, സോ ഇക്വേഷൻ ഓഫ് എലിപ്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. മാറിപ്പോരുത്
x square by b square. So x square by b square is 12 square 144 plus y square by 13 square. A means 13. 169 is equal to 1. y-ന്റെ താഴെയായിരിക്കും വലിയ വാല്യൂ ഉണ്ടാവുക. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ എലിപ്സ് x square by 25 plus y square by 9 equal to 1 and line L passing through the point P and P1 as shown in the figure. Find foci F1 and F2. Find the equation of line. Find the length of latus rectum. തേർഡ് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഇതാണ്. ഈ ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ കൂടെ ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫോസൈ ആണ്. രണ്ട് F1 F2 കാണണം അല്ലേ. F1 F2 കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ഇൻഫർമേഷനിൽ ഇത് എ സ്ക്വയർ ആണ്. എ സ്ക്വയർ 25 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വാല്യൂ 5 എഴുതാം. ഇവിടെ അതുപോലെ ബി സ്ക്വയറിൻ്റെ വാല്യൂ 9 ആയതുകൊണ്ട് ബീൻ്റെ വാല്യൂ 3 എന്ന് എഴുതാം അല്ലേ. ഇവിടെയാണെങ്കിൽ +or-3 ഉണ്ടാവും, +or-5 ഉണ്ടാവും. ഓക്കെ. പോസിറ്റീവ് വാല്യൂ എടുത്താൽ 5ഉം 3ഉം ഒക്കെ സി എളുപ്പത്തിൽ കാണാം. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ. സോ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ. സീൻ്റെ വാല്യൂ നമുക്ക് എഴുതാം. F1 എന്ന് പറഞ്ഞാൽ 40. അതേപോലെ F2 for second focus. F2 is 0 minus 40. ഓക്കെ. ഫോക്കസായി. ഇനി കൂടെ കാണാൻ പറഞ്ഞ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആ ഇക്വേഷൻ്റെ ഈ ലൈനിൻ്റെ ഇക്വേഷനെ കാണാൻ പറഞ്ഞു അല്ലേ. ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്ക് വേണ്ടത് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ് അല്ലേ. ഒരു പോയിന്റ് വേണം. പി എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കറിയാം. പി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. 3 അല്ലേ ഇവിടെ ഉള്ളത്. 3 ആയിരിക്കും അല്ലേ. y ആക്സിലാണ് 0 ആയിരിക്കും. പിന്നെ ഈ ലൈറ്റ് സ്ലോപ്പ് എങ്ങനെ കിട്ടുക? ഒരു പോയിന്റും കൂടി അറിയാലോ. ഈ പോയിന്റ് എന്താ? സിൻ്റെ വാല്യൂ 4 ആണ്. സോ 40. ഇപ്പോൾ 2 പോയിന്റ് കിട്ടിയ സ്ലോപ്പ് കിട്ടുമല്ലോ. ഇവിടെ സ്ലോപ്പ് നമുക്ക് കാണാൻ കഴിയും. m ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഇത് ഓർമ്മ ഉണ്ടാവും ഈ ഫോർമുല അല്ലേ. ഇത് യൂസ് ചെയ്തിട്ട് പറയാം. 3 മൈനസ് 0 ബൈ 0 മൈനസ് 4. സോ -3/4 സ്ലോപ്പ് കിട്ടി. പോയിൻ്റ് അറിയാം. പോയിൻ്റ് ഏത് പോയിൻ്റ് എടുത്താലും മതി. y1 x1 y1 ഇതെടുക്കാം, s1 y1 ഇതും എടുക്കാം. അപ്പോൾ y മൈനസ് ഇതെടുത്താൽ 0 മൈനസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് -3/4 ഇൻറ്റു എക്സ് മൈനസ് x1 4. സിംപ്ലിഫൈ ചെയ്യാം. 4 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ 4y ഉണ്ടാവും. പിന്നെ ദാറ്റ് ഈസ് ഈക്വൽ ടു -3x പ്ലസ് 12 എന്ന് എഴുതാം. 3x പ്ലസ് 4y മൈനസ് 12 ഈക്വൽ 0 എന്ന് എഴുതാം. ലാസ്റ്റ് നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റ് ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഈസ് ഈക്വൽ ടു 2b സ്ക്വയർ ബൈ a. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു ബി സ്ക്വയറിൻ്റെ വാല്യൂ. ബി സ്ക്വയർ വാല്യൂ 9 ആവും. അപ്പോൾ 2 into 9 by a and value 5. So 18/5. Okay. Fourth question. Consider the ellipse with foci A and B. Let P be any point on the ellipse. ഇതിൽ 6 questions ഉണ്ട്. 1 by 1 എന്ന് ചെയ്ത് നോക്കാം. ഈ ഫോർത്ത് ക്വസ്റ്റ്യനിൽ തന്ന ഇൻഫർമേഷൻ ഇവിടെയുണ്ട്, ഫിഗറിലുണ്ട്. കാണേണ്ട സംഗതി ഇവിടെ A മുതൽ F വരെ അതുണ്ട്. 1 by 1 ആയി ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് ഫിഗർ ഇങ്ങനെ ആയതുകൊണ്ട് മേജർ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. ആ എക്സ് ആക്സിസ് ഈ എലിപ്സിൻ്റെ ലെങ്ത്ത്, അതായത് ഇത് 5 ഉണ്ട്, ഇങ്ങോട്ടും 5 ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് 2a എന്ന് പറഞ്ഞാൽ 10 ആയി. ഇതൻ മൈനർ ആക്സിസിൻ്റെ ലെങ്ത്ത്
ഇതാണ് മൈനർ ആക്സിസ്. ഇത് 4 ആണ് ഇവിടെ കിട്ടും. ഈ 4 ഉണ്ടാവും. 4 + 4 8. അതായത് 2b = 2 × 4 8. എയും ബി ഉണ്ട് കാണാൻ. എയും ബി എന്ന് പറഞ്ഞാൽ ഫോസൈ ആണ്. ഇപ്പോൾ ഫോസൈ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ വാല്യൂ 5 ആണ്, ബീൻ്റെ വാല്യൂ 4 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും c² കാണാൻ കഴിയും. c² = a² - b². ദാറ്റ് ഈസ് ഈക്വൽ ടു 5² - 4² അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3² ആണ്. ഞാൻ അപ്പോൾ സീൻ്റെ വാല്യൂ ആണ് ഇവിടെ വരിക +c - c. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ബാക്ക് ഇതാണ് എ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ -3 √3 കിട്ടും. 3 0യും ബീൻ്റെ വാല്യൂ സീൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 0. ഓക്കെ. അപ്പോൾ എയും ബിയും കിട്ടി. ഇനി ലെങ്ത് ഓഫ് എം എന്ന് പറയുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യനിൽ. അതായത് mn ഈ ലെങ്ത്ത്, അതായത് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത്, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന y ആക്സിന് പാരലായിട്ടുള്ള ഈ ലൈൻ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. അതാണ് ഇവിടെ mn. അപ്പോൾ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട് 2b² a. സോ 2 × b²ൻ്റെ വാല്യൂ b 4 ആണ്. b² 16 aൻ്റെ വാല്യൂ 5. That is equal to 32/5. ഓക്കെ. അടുത്തത് എലിപ്സിൻ്റെ കൺസ്ട്രക്ഷനാണിത് അല്ലേ. അതായത് പി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ ഉണ്ടാവും. ആ പോയിൻ്റ് ഏത് പി എടുത്താലും ഫോക്കസിന് ആ പോയിൻറ്റിലേക്കും ഈ ഫോക്കസിന് ഈ പോയിൻറ്റിലേക്കുള്ള ലെങ്ത്തിൻ്റെ സം, അത് ഉദ്ദേശിച്ച് സം ഓഫ് ലെങ്ത് ഫ്രം ഫോക്കസ് ടു ദ പോയിൻറ്റ്. ഇത് ആ വാല്യൂ ഫിക്സഡ് വാല്യൂ ആണ്. ഏത് പി എടുത്താലും ഫിക്സഡ് വാല്യൂ ആണ്. ആ ഫിക്സഡ് വാല്യൂ ആണ് 2a അല്ലേ. അപ്പോൾ 2a എന്ന് പറയുമ്പോൾ 10. ഇക്വേഷൻ ഓഫ് എലിപ്സ് നമുക്ക് എഴുതാം. x² / a² + y² / b² = 1 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x² / a². a മീൻസ് 5. 5² 25 എഴുതാം. പ്ലസ് y² / bൻ്റെ വാല്യൂ 4 ആണ്. 4² 16 = 1. നെക്സ്റ്റ് കാണാൻ പറഞ്ഞത് എക്സെൻട്രിസിറ്റി ആണ്. എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു c/a. ആ റേഷ്യോക്കാണ് എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കുക. സോ സീൻ്റെ വാല്യൂ ഇവിടെ നമുക്കറിയാം 3 ആണ്. സീൻ്റെ വാല്യൂ 3/aൻ്റെ വാല്യൂ 5. 3/5. Fifth question. If a point P moves along the ellipse 4x² + 9y² = 36 with the center C, find the sum of maximum value and minimum value of CP. ഇതാണ് നമുക്ക് തന്ന എലിപ്സിൻ്റെ ഇക്വേഷൻ. നമുക്ക് പരിചയമുള്ള ഒരു സ്റ്റൈലിലല്ല നമുക്ക് തന്നത് അല്ലേ. ഈ ഒരു സ്റ്റൈലാണ്. പക്ഷേ പരിചയമുള്ള സ്റ്റൈലിലാക്കാം. റൈറ്റ് സൈഡ് 1 ആക്കിയാൽ പോരെ. റൈറ്റ് സൈഡ് 1 ആക്കാൻ എന്ത് ചെയ്യണം? 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 4x² / 36 + 9y² / 36 = 36/36 1 ആയി അല്ലേ. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 36 4 നമുക്ക് കട്ട് ചെയ്യാം. സോ x² / 9 ആവും. ഇവിടെ y² / 36 4 ടൈംസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ പരിചയമുള്ള ഫോമായി അല്ലേ. ഇത് ഏത് എലിപ്സിൻ്റെ ഏത് സ്റ്റൈലായിരിക്കും ഉണ്ടാവുക? x² താഴെയാണ് വലിയ നമ്പർ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റൈലായിരിക്കും അല്ലേ. ഇനി പറഞ്ഞത് പി എന്ന് പറഞ്ഞ പോയിൻ്റ് ആ എലിപ്സിലുണ്ട്. സി സെൻറ്ററാണ്. അപ്പം സെൻറ്ററിന്ന് പിയിലേക്കുള്ള മാക്സിമം ലെങ്ത്ത്, അപ്പം മാക്സിമം ഓഫ് ഇവിടെ എഴുതാം. മാക്സിമം ഓഫ് സി പി എത്രയാണ്, മിനിമം ഓഫ് സി പി എത്രയാണ്, ആ രണ്ടിനെയും സമ കാണാൻ പറഞ്ഞത്. മാക്സിമം ഓഫ് സി പി, ഈ ലെങ്ത്ത് എപ്പോഴാണ് മാക്സിമം ആവുക? ഉറപ്പല്ല എപ്പോഴാണ് ആവുക അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ലെങ്ത്ത് ഇതല്ലേ വരിക അല്ലേ. ഇങ്ങനെ ഇതടുത്താണ്
ഇങ്ങനെ അകന്ന് മാക്സിമം ഇവിടെ എത്തും. ഈ ലെങ്ത് ഈക്വൽ ആണല്ലോ. അതായത് ഈ വാല്യൂ വേണ്ടത്. വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 സ്ക്വയർ അല്ലേ? ഇവിടെ എൻ്റെ വാല്യൂ 3 ആവണം. 3 സ്ക്വയർ 9 ആയത്. അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ 3 ആണ്. അതേപോലെ സി പി മിനിമം എപ്പോഴാണ്? മിനിമം ഇതാണ് അല്ലേ? അത് എത്രയാണ്? 2 സ്ക്വയർ 4 ആയത്. അപ്പോൾ ഇത് 2 ആണ്, ഇത് 3 ആണ് അല്ലേ? അപ്പോൾ ബീൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ മാക്സിമം 3, മിനിമം 2. സം ഈസ് ഈക്വൽ ടു 5. 6th question. Consider the ellipse centered at origin. Find the equation of ellipse. Find the foci of the ellipse. Find length of F2. Find the angles of triangle F1 F2A. 6th question തന്ന ഇൻഫർമേഷൻ ഇതാണ്. എലിപ്സിൽ മെയിനായി തന്ന ഇൻഫർമേഷൻ ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ് അല്ലേ? അതിന് എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ കഴിയും. പിന്നെ ഫോക്കസ് വന്നിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ എലിപ്സാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ നമുക്ക് എഴുതാം x² / a². എൻ്റെ വാല്യൂ 6 സ്ക്വയർ പ്ലസ് 36 എഴുതാം നമുക്ക്. y² / 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9 ഈക്വൽ ടു 1. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഫോസൈ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഫോസൈ കാണണമെങ്കിൽ നമുക്ക് സീൻ്റെ വാല്യൂ കാണണം. സീൻ്റെ വാല്യൂ കിട്ടാൻ c² ഈക്വൽ ടു a² - b² അല്ലേ? എൻ്റെ വാല്യൂ 6 ആണ്, ബീൻ്റെ വാല്യൂ 3 ആണ്. നമുക്ക് 6² - 3², 36 - 9, ദാറ്റ് ഈസ് 27 അല്ലേ? അപ്പോൾ സീൻ്റെ വാല്യൂ √27 ആണ് അല്ലേ? √27 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലേ? 9 × 3 എന്ന് എഴുതാമല്ലോ 27. അപ്പം 3√3 എന്ന് എഴുതാം. ഓക്കെ, 27 എഴുതിയാൽ മതി, 3√3 എഴുതിയാലും മതി, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഫോസൈ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലാണ്. അപ്പോൾ ±3√3. 3√3ൻ്റെ പൊസിഷനിൽ 27 എഴുതിയാൽ മതി കേട്ടോ. √27 എഴുതിയാൽ മതി. ഓക്കെ, 0 ഇങ്ങനെ എഴുതി. ഫോസൈ ആയി. ഇനി ലെങ്ത് ഓഫ് AF2. AF2ൻ്റെ ലെങ്ത്ത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നില്ലേ? ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലെങ്ത്ത് എന്താണെന്നുള്ളത്. അതായത് ഈ ലെങ്ത്തും കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിൻ്റ് എലിപ്സിലെ പോയിൻ്റാണ്. എലിപ്സിൻ്റെ പോയിൻ്റ് ഫോക്കസിൽ നിന്ന് എലിപ്സിലേക്കുള്ള പോയിൻ്റ് സമ്മ് 2a ആയിരിക്കും. ഈ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് a + a ആവണം. അപ്പോൾ ഇത് എയുടെ ലെങ്ത്ത് തന്നെയാണ്. ലെങ്ത്ത് പറഞ്ഞാൽ 6 തന്നെയായിരിക്കും ഇവിടെയും വരിക. 6 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു a = 6. ലാസ്റ്റ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ F1 F2A. ഇവിടെ നമുക്ക് ആ ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ അല്ലേ? ഇതിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 6 ആണ്. ഈ വാല്യൂ ഫോക്കസിലേക്കുള്ള ലെങ്ത്ത് 3√3 ആണ്. ഹൈറ്റ് 3 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നോക്കൂ. 3:3√3:6. നമുക്കേറെ പരിചയമുള്ള ഒരു റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:√3:2 എന്ന് എഴുതാം അല്ലേ? ഇപ്പോൾ എന്തായാലും തീർത്തും പരിചയമുള്ള റേഷ്യോ ആയി. അപ്പോൾ ഇങ്ങനെ റേഷ്യോ വന്നാൽ ആംഗിൾ എങ്ങനെയായിരിക്കും നമുക്കറിയാം അല്ലേ? ആംഗിൾ എങ്ങനെയായിരിക്കും? ഈ ആംഗിള് 60 ആയിരിക്കും. √3ൻ്റെ ഓപ്പോസിറ്റിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് സ്വാഭാവികമായിട്ട് അപ്പോൾ 30 ആവണം അല്ലേ? ഇതൊന്നുകൂടി വൈഡായിട്ടേക്കും ഉണ്ടാവുക. ഫിഗർ അങ്ങനെ വരച്ചുകൊണ്ടാണ്. എന്നാലും ഇത് ക്ലിയർ ആണ്. ഈ ആംഗിൾ 60 ആയിരിക്കും, ഈ ആംഗിൾ 30 ആയിരിക്കും. ഓക്കെ, ഇത് 90 ഡിഗ്രി. ഓരോന്നും എഴുതാം. ആംഗിൾ OAF2 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. ആംഗിൾ
AF2O 30 ഡിഗ്രി, ലാസ്റ്റ് 90 ഡിഗ്രീൻ്റെ കാര്യം എഴുതാം. ആംഗിൾ F2OA ദാറ്റ് ഈസ് 90 ഡിഗ്രി അല്ലേ. 7th question, consider the ellipse x square by 25 plus y square by 9 equal to 1 given below. A and B are foci of ellipse and BC is perpendicular to AB. First question, find the coordinates of foci. Second question, what is the length of the sides of triangle ABC? 7th question തന്ന ഇൻഫർമേഷൻ ഇതാണ്. ഫിഗറുണ്ട്, എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എലിപ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് വേഗം എഴുതാം. എൻ്റെ വാല്യൂ 5 ആണെന്ന് കിട്ടും, ബിൻ്റെ വാല്യൂ 3 കിട്ടും അല്ലേ. 5 ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും. ഇനി സ്വാഭാവികം സി വേഗം കാണാൻ കഴിയും. സിൻ്റെ വാല്യൂ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. അപ്പോൾ സിൻ്റെ വാല്യൂ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോസൈ എന്ന് പറഞ്ഞാൽ എ കോർഡിനേറ്റ്സ് ഓഫ് എ ബി ആണ്. ഫോസി ഈസ് ദാറ്റ് ഈസ് എൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ -40 ബിൻ്റെ കോർഡിനേറ്റ്സ് 40 ഉണ്ടാവും. എയും ബിയും കിട്ടി. ഇനി വേണ്ടത് ഈ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് വേണം. അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ വേഗം കിട്ടുന്ന ലെങ്ത്ത് എ ബി എന്ന ലെങ്ത്താണ്. ലെങ്ത് ഓഫ് എ ബി, ഇത് ഫോക്കസ് കിട്ടി 4 എന്ന് കിട്ടി. ഇത് -4 ആകുമ്പോൾ 4ഉം 4ഉം 8 കിട്ടും, 8 യൂണിറ്റ്. ഇനി ബി സി എ സി വേണം. ബി സി കിട്ടാൻ വഴിയുണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബി സി ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് അല്ലേ. പിന്നെ ബി സി ബി എന്ന് പറഞ്ഞ പോയിന്റ് ഫോക്കസും അല്ലേ. ഈ ഇതൊന്ന് കിട്ടി വരച്ചാലോ? എന്തായി? ലാറ്റസ് റെക്റ്റായി അല്ലേ. നമുക്ക് ബി സി മാത്രം മതി. അപ്പോൾ ലാറ്റസ് റെക്റ്റിൻ്റെ പകുതി മതി. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് ലാറ്റസ് റെക്റ്റത്തിൻ്റെ പകുതിയാണ്. അതായത് 2b² ആണ് ലാറ്റസ് റെക്റ്റം അല്ലേ. അതാണ് 2BC. രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്ക് ബി സി മാത്രം മതിയെങ്കിൽ ഇത്ര മതി. ഓക്കെ, അതായത് ലാറ്റസ് റെക്റ്റത്തിൻ്റെ പകുതി. B² വാല്യൂ, ബിൻ്റെ വാല്യൂ 3 ആണ്. B² എന്ന് പറയുമ്പോൾ 9/5. അപ്പോൾ എ ബി ആയി, ബി സി ആയി. എ സി വേണം. എ സി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് എ സി കാണാൻ വലിയ പ്രയാസമൊന്നുമില്ല. എ സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ ബിൻ്റെ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ 8² പ്ലസ് 9/5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ for the 25 into 8 സ്ക്വയർ 64 ആണ്. പ്ലസ് 9 സ്ക്വയർ 81/25. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കൂ. 1681/25 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 41ൻ്റെ റൂട്ട് അല്ലേ. അപ്പോൾ 41/5 ഇതാണ് ആൻസർ. എ സിൻ്റെ വാല്യൂ. അപ്പോൾ എ ബി ആയി, ബി സി ആയി, എ സി ആയി, കംപ്ലീറ്റ് ആയി. 8th question, if S and S dash be the foci and P be any point on the ellipse, x² by 36 plus y² by 100 equal to 1, then PS plus PS dash is equal to what? Find the coordinates of S and S dash. Find length of lattice rectum. നമ്മുടെ 8th ക്വസ്റ്റ്യൻ തന്ന ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. x² by 36 by y² by 100 equal to 1 ഇത്രേ തന്നിട്ടുള്ളൂ. പക്ഷെ നമുക്കറിയാം y² താഴെയാണ് 100 എങ്കിൽ എലിപ്സിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും അല്ലേ.
പിന്നെ ഫോസൈ പോയിൻ്റ് തന്നിട്ടുണ്ട്, എസും എസ് ഡാഷും ആണ്. പിന്നെ പി എന്നൊരു പോയിൻ്റ് എലിപ്സിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കിവിടെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന വാല്യൂ എൻ്റെ വാല്യൂ പറയാം അല്ലേ. ഈ പോയിൻ്റും ഈ പോയിൻ്റും 100 ആയതുകൊണ്ട് 10 ആയിരിക്കും അല്ലേ. 36 ആയതുകൊണ്ട് ഇത് 6 ആയിരിക്കും. ബീൻ്റെ വാല്യൂ 6 ആയിരിക്കും. ഇനി സീൻ്റെ വാല്യൂ കാണാം. സീൻ്റെ വാല്യൂ കാണാൻ √(a² മൈനസ് b²), അതായത് a² വാല്യൂ 100 മൈനസ് 36, ദാറ്റ് ഈസ് ഈക്വൽ ടു √64, ദാറ്റ് ഈസ് 8. സീൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി എസും പി എസ് ഡാഷും, അതായത് ഈ ലെങ്ത്തും ഇവിടെ നിന്നുള്ള ഈ ലെങ്ത്തും തമ്മിലുള്ള സം ഓഫ് ദീസ് ടു ലെങ്ത്സ്, അതാണല്ലോ നമ്മുടെ എലിപ്സിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ അല്ലേ. ഇപ്പോൾ ഈ 2 ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഏത് പോയിൻ്റ് ആയാലും ആ ലെങ്ത്താണ് 2a. ദാറ്റ് ഈസ് എൻ്റെ വാല്യൂ 10 ആണ്. 2 × 10 ദാറ്റ് ഈസ് 20. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞത് ഫോസൈൻ്റെ കോർഡിനേറ്റ്സ് കാണാനാണ്. ഫോസൈൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എസിൻ്റെ കോർഡിനേറ്റ്സ് വേണം, എസ് ഡാഷും വേണം. എസ് എന്ന് പറഞ്ഞാൽ 0c അല്ലേ, y ആക്സിലല്ലേ. സോ ദാറ്റ് ഈസ് സിൻ്റെ വാല്യൂ നമുക്കറിയാം 8 ആണ്. ഇപ്പോൾ 0, 8. എസ് ഡാഷ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ്, 0 - c, സോ 0 - 8. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതിലുള്ളത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2b²/a, ദാറ്റ് ഈസ് 2 × b² വാല്യൂ. ബീൻ്റെ വാല്യൂ 6 ആണ്. ഇപ്പോൾ 6² 36/a വാല്യൂ 10, 72/10, 7.2 എന്ന് വേഗം എഴുതാം. 9th ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. കൺസിഡർ ദ എലിപ്സ്. ഫിഗർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോസി, ഫൈൻഡ് ദ എക്സെൻട്രിസിറ്റി. ഇതാണ് നമുക്ക് തന്ന ഫിഗർ. ഇതിൽ ഈ സ്റ്റൈലിലാണെങ്കിൽ തന്നെ നമുക്ക് പറയാം x² b² + y² സ്റ്റൈലിലായിരിക്കും എലിപ്സ് ഉണ്ടാവുക. ഇവിടെ x² ബീൻ്റെ വാല്യൂ 2 ആണ്. ഇപ്പോൾ 2² 4 എന്ന് എഴുതാം. y² എൻ്റെ വാല്യൂ 3 ആണ്. ഇപ്പോൾ ബൈ 9, 3² 9 = 1. എലിപ്സിൻ്റെ ഇക്വേഷനായി. ഇനി സെക്കൻഡ് പറഞ്ഞത് കോർഡിനേറ്റ്സ് ഓഫ് ഫോസൈ ആണ്. അപ്പോൾ ഫോക്കസ് കാണാൻ ആദ്യം വേണം. c² = a² b² ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ 3യും ബീൻ്റെ വാല്യൂ 2 ആണല്ലോ. അപ്പോൾ 3² / 2². 9 - 4 = 5. ഇപ്പോൾ ഫോസൈ നമുക്ക് എഴുതാം. ഫോസൈ = y ആക്സിലായതുകൊണ്ട് y ആക്സിസിലാവുമ്പോൾ അതിൻ്റെ സ്റ്റൈല് 0 ± √5. സീൻ്റെ വാല്യൂ √5 അല്ലേ. ഇങ്ങനെ ഉണ്ടോ ഫോസൈ. ലാസ്റ്റ് അതിൽ ചോദിച്ചത് എക്സെൻട്രിസിറ്റിയാണ്. എക്സെൻട്രിസിറ്റി = c/a എന്ന റേഷ്യോക്കാണ് എക്സെൻട്രിസിറ്റി എന്ന് വിളിക്കുക. സീൻ്റെ വാല്യൂ √5/a വാല്യൂ 3, √5/3.